നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ ഒരു നടപടിയിലൂടെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം ഈ മാസം ഡിസംബർ 7-ാം തീയതി നൽകുകയുണ്ടായി. അതിൽ വളരെ കൃത്യമായി തന്നെ മാർപ്പാപ്പ പറഞ്ഞു, സഭയെ അനുസരിക്കുക, ഏകീകൃത കുർബാന അർപ്പണ രീതിയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത കടന്നു വരിക. ഒപ്പം തന്നെ കൃത്യമായിട്ടൊരു അൾട്ടിമേറ്റവും മാർപ്പാപ്പ നൽകുകയുണ്ടായി ഈ വർഷം ഡിസംബർ മാസം 25-ാം തീയതി. മാർപ്പാപ്പയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടും മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ മാർപ്പാപ്പയെ മറ്റാരോ തെറ്റിദ്ധരിപ്പിച്ചു, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി എന്ന രീതിയിലുള്ള വളരെ വ്യാപകമായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിച്ചത് ആര്? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ആര്? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സീറോ മലബാർ സഭ PRO ഫാദർ ആന്റണി വടക്കേക്കര VC, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയി കണ്ണഞ്ചിറ CMI, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ KM ഫ്രാൻസിസ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ആന്റണി വടക്കേക്കര VC. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം നടത്തിയ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ ആഘോഷത്തിൽ ഉയർന്നു വന്ന ഒരു പരാമർശം വളരെയധികം വിവാദമായി കൊണ്ടിരിക്കുകയാണ്. അതായത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം അല്ലെങ്കിൽ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ധ്വനി വരുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ. നമുക്കറിയാം, ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി അല്ലെങ്കിൽ അത് നടപ്പിലാക്കുവാൻ സഭ സ്വീകരിച്ച നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് തന്നെ പല കാലഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിലും മാർപ്പാപ്പയും വത്തിക്കാനും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരവുകൾ അല്ലെങ്കിൽ സർക്കുലറുകളൊക്കെ പുറത്തു വരുന്നു. അതിന്റെ ഏറ്റവും പരിസമാപ്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മാർപ്പാപ്പയുടെ ഒരു വീഡിയോ സന്ദേശം. അത് ആഗോള സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു പ്രബോധനം മാർപ്പാപ്പ നൽകിയിരിക്കുന്നു. ഇത്രയൊക്കെ വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ഇപ്പോഴും മാർപ്പാപ്പയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു? ചിലരൊക്കെ പറയുന്നു അത് AI സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെ രീതിയിലുള്ള വളരെ ബാലിശമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കൃത്യവും വ്യക്തവുമായ രീതിയിൽ വത്തിക്കാന്റെ ഭാഗത്തുനിന്ന്, സീറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ ഈ ഘട്ടത്തിലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉയർത്തി വിടുന്നത്? ഫാദർ ആന്റണി വടക്കേക്കര VC. സീറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ വിഷയത്തിൽ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്നും മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവിന്റെ വീഡിയോ സന്ദേശത്തില് വസ്തുതാപരമായ പിശകുകൾ ഉണ്ട് എന്നുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, 2023 ഡിസംബർ മാസം 7-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വീഡിയോ സന്ദേശം നൽകുകയുണ്ടായി. ആ വീഡിയോ സന്ദേശത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് ഇതാണ്: ഈ വർഷത്തെ 2023 പിറവി തിരുനാൾ മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കണമെന്നുള്ള മാർപ്പാപ്പയുടെ ഖണ്ഡിതമായ തീരുമാനമാണ് വീഡിയോയിലൂടെ മാർപ്പാപ്പ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ കത്തോലിക്ക തിരുസഭയുടെ പിതാവും തലവനുമായി മാർപ്പാപ്പയെ അംഗീകരിക്കുകയും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവരും മാർപ്പാപ്പയുടെ ഈ തീരുമാനം അനുസരിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയും. എന്നാൽ ഇവിടെ വളരെ ബോധപൂർവം ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാനല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. ഒരല്പം ചരിത്രം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും ഇത് വ്യക്തമാകാൻ വേണ്ടിയിട്ട്. 1999 നവംബർ മാസത്തിന്റെ സിനഡ്
ഏകകണ്ഠമായി തീരുമാനിച്ചതും അതിനുശേഷം 2021 ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് ഏകകണ്ഠമായി തന്നെ സ്ഥിരീകരിച്ചതും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാന അർപ്പണ രീതിയാണ് 2021 നവംബർ മാസം 28 മുതൽ നിയമബദ്ധമായി, ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, നിയമബദ്ധമായി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ 2021 ജൂലൈ മാസം 3-ാം തീയതി സീറോ മലബാർ സഭയ്ക്ക് മുഴുവനായും, അതിനുശേഷം 2022 മാർച്ച് മാസം 25-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായും എഴുതിയ 2 കത്തുകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് കൃത്യമായി വ്യക്തമായി ആവശ്യപ്പെട്ടതാണ്. ഈ കത്തുകളുടെ ഉള്ളടക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ മാസം 27-ാം തീയതി അഭിവന്ദ്യ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ വീഡിയോ സന്ദേശത്തിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവിന്റെ ഈ ഉദ്ബോധനം സ്വീകരിക്കാനും അനുസരിക്കാനും നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, 1999 ആരംഭിച്ച ഒരു പ്രോസസ് 2023 എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശത്തിനകത്ത് മാർപ്പാപ്പ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്: സമയമെടുത്ത് പഠിച്ചാണ് നിങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ സന്ദേശം ഞാൻ നൽകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എതിർപ്പുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഈ ചർച്ച കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ മാത്രമല്ല കാണുന്നത്, പൊതുസമൂഹവും ചർച്ച വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ്, പലരും പറയുന്നു ഈ തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ. പക്ഷെ കത്തോലിക്ക സഭയുടെ ഒരു സ്ട്രക്ചർ നാം പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു തെറ്റ് പറ്റാനുള്ള മാർപ്പാപ്പയ്ക്ക്, പ്രത്യേകിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രബോധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാർപ്പാപ്പ എടുക്കുന്ന തീരുമാനത്തിന് തെറ്റുപറ്റാനുള്ള ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ? ഒരു വ്യക്തത വരുത്താൻ വേണ്ടി അങ്ങയോട് ചോദിക്കുന്നതാണ്. വ്യക്തിപരമായി മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം, പക്ഷേ വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച വിഷയങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുണ്ടെന്ന്, ഇൻഫാലിബിലിറ്റി ഉണ്ട് എന്ന് കത്തോലിക്ക തിരുസഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ തന്നെയാണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്യം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 2 വിഷയങ്ങളിലാണ്, വിശ്വാസപരമായ വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ സന്മാർഗത്തിന്റെ വിഷയങ്ങളിലും മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാൻ പാടില്ല എന്നുള്ളതാണ്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയുമില്ല. അതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ ഒരു പ്രധാനപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന ഏകീകരണ അർപ്പണം നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഇത് മാർപ്പാപ്പയുടെ വ്യക്തിപരമായ ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു അതിരൂപതയ്ക്ക്, ഒരു ബിഷപ്പിന് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഇതൊരു സഭാ സമൂഹത്തിന്റെ മുഴുവൻ ആകെ സ്വത്താണ് ആരാധനാക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഈ വിഷയത്തിൽ അപ്രമാദിത്വമുണ്ട്, തെറ്റാവരമുണ്ട് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ചിലരെങ്കിലുമൊക്കെ ബോധപൂർവം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്, തങ്ങൾ ചെയ്യുന്ന അനുസരണക്കേടിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവവും അതേസമയം വിഫലവുമായ ഒരു ശ്രമം ചിലരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ആ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ തന്നെ ഇപ്രകാരമുള്ള പ്രവൃത്തികളെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇപ്രകാരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പരാമർശത്തിൽ, വീഡിയോ സന്ദേശത്തിൽ വസ്തുതാപരമായ പിശകുകളുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമം, ഒരല്പം കൂടെ പറഞ്ഞാൽ സംഘടിതമായി തന്നെ ചിലരെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ശ്രമിക്കുന്നുണ്ട്. ചില ജനനേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവര് ചില പ്രസ്താവനകൾ പരസ്യമായിട്ട് നടത്തിയതായും ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. യെസ്, വളരെ വ്യക്തമാണ്.
ശ്രീ ഡോക്ടർ കെ എം ഫ്രാൻസിസ്, അങ്ങ് തികഞ്ഞൊരു സഭാ സ്നേഹിയാണ്. സഭയോടൊപ്പം സഭയുടെ തുടുപ്പുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മാർപ്പാപ്പയുടെ ആ ഒരു വീഡിയോ സന്ദേശം, അതിനു മുമ്പും ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പയുടെ രണ്ട് പ്രധാനപ്പെട്ട ലെറ്ററുകൾ സീറോ മലബാർ സഭാ വിശ്വാസികൾക്കും ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും പ്രത്യേകമായി 2022 മാർച്ച് മാസത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും ലഭിക്കുകയുണ്ടായി. പിന്നെ ഏറ്റവും ഒടുവിൽ നാം ഈ ചർച്ച ചെയ്യുന്ന മാർപ്പാപ്പയുടെ ഈ ഒരു വീഡിയോ സന്ദേശം, ഇത്രയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടും ഇപ്പോഴും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന കാലത്തോളം ഞങ്ങൾക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഒപ്പം തന്നെ മാർപ്പാപ്പ ഈ ട്രഡീഷണൽ ലാറ്റിൻ മാസ് അത് നിർത്തലാക്കി, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും തങ്ങളുടെ വാദഗതികൾ ശരിവെക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പലരും ഇപ്പോഴും പറയുന്നു മാർപ്പാപ്പ നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ. ഈ മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന കാലത്തോളം തങ്ങളും ജനാഭിമുഖ കുർബാന അർപ്പിക്കും, അല്ലെങ്കിൽ അതിനുള്ള അവകാശം തങ്ങൾക്കും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വാദഗതിയുടെ ഒരു അടിസ്ഥാനം എന്താണ് ഡോക്ടർ കെ എം ഫ്രാൻസിസ്? ഇപ്പോ ഇറക്കിയിട്ടുള്ള ഈ വീഡിയോ സന്ദേശം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്തതാണ്, മാർപ്പാപ്പയെ തെറ്റിദ്ധരിക്കപ്പെട്ട് മാർപ്പാപ്പ ചെയ്തതാണ് എന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഈ പച്ചക്കള്ളമാണെന്ന് പറയണമെങ്കിൽ മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 വർഷം മുൻപ് മാർപ്പാപ്പ 2 ലേഖനങ്ങൾ എഴുതി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്. അതിലൊരു ലേഖനത്തിന്റെ പേര്, അത് സ്വയം പ്രേരിത ലേഖനമാണ്, അതിന്റെ പേര് പാരമ്പര്യത്തിന്റെ കാവൽക്കാർ എന്നാണ്. 2ാമത്തെ ലേഖനത്തിന്റെ പേര് ഡെസിഡേറിയോ ഡെസിഡരാവി, ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഈ 2 ലേഖനവും എഴുതുന്നതിന്റെ പിറകില് ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ലത്തീൻ സഭ കുർബാന ക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിക്കുന്നു. അതിനെ ഒന്നാമതായി ജനാഭിമുഖ കുർബാന എന്ന് നാമകരണം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് ക്രിസ്തു മുഖത്തേക്ക് നോക്കിയുള്ള ആരാധന എന്നാണ് ആദ്യമേ തന്നെ പറയേണ്ടത്. അത് ലത്തീൻ സഭയിലെ തന്നെ അച്ഛന്മാര് ഇങ്ങനെ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നു എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് നാം കാണാം. ഈ 2 ലേഖനങ്ങളിലും മാർപ്പാപ്പ പറയുന്നത് ലത്തീൻ സഭയിലും ചില വിമതന്മാരുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷവും ലത്തീൻ സഭയിലെ 2ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് ഉള്ള രീതി ചെല്ലണമെന്ന് പറയുന്ന കുറച്ച് കർദിനാൾമാരും മെത്രാന്മാരും വൈദികരുമുണ്ട്. അവരോട് ഇപ്പോൾ മാർപ്പാപ്പ എടുക്കുന്ന നിലപാട് എന്താണ്? മാർപ്പാപ്പ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സിനഡാത്മകത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റോഡിൽ കിടന്ന് വർത്തമാനം പറയുന്നതല്ല. സിനഡാത്മകതയുടെ ഉന്നത രൂപം എന്ന് പറയുന്നത് മെത്രാന്മാരുടെ തിരുസംഘമാണ്. ആ മെത്രാന്മാരുടെ തിരുസംഘം വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു തീരുമാനം എടുത്താൽ അതനുസരിക്കാനായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ശരിയാണ്, ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പയും അത്തരത്തില് സിനഡിനെ ധിക്കരിക്കുന്നവർക്ക് ചില ഒഴിവ് കഴിവുകൾ കൊടുത്തു. പക്ഷെ ഇപ്പോ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള പ്രസ്താവന വായിച്ചാല് ആ പ്രസ്താവന ഇങ്ങനെയാണ്: ഞാൻ അതിയായി ആശിച്ചു എന്ന പുസ്തകം പിയൂസിന് വാങ്ങാൻ കിട്ടും. അതിന്റെ 31ാം ഖണ്ഡികയിൽ മാർപ്പാപ്പ പറയാണ്, ഇപ്പോൾ ഈ വിശുദ്ധ കുർബാന ആചരണത്തെ സംബന്ധിച്ചുള്ള ചില അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം യഥാർത്ഥത്തിൽ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചല്ല. അവർക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അവർ സഭാധികാരത്തെ അംഗീകരിക്കാൻ, ഹൈറാർക്കിയെ അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ആളുകളോട്, ലത്തീൻ സഭയിലുള്ള അത്തരം ആളുകളോട് ഇനി വിട്ടുവീഴ്ച ചെയ്യാൻ സഭ തയ്യാറല്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഖണ്ഡിതമായിട്ട് പറയുന്നത്. അങ്ങനെ പറയുന്ന മാർപ്പാപ്പയ്ക്ക് സീറോ മലബാർ സഭയുടെ നൈയാമിക അധികാര കേന്ദ്രമായ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഒരു തീരുമാനം എടുത്താൽ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരോട് അനുഭാവപൂർവ്വം പെരുമാറാൻ എങ്ങനെയാണ് പറ്റുക? അപ്പൊ ലത്തീൻ സഭയിലുള്ള ആളുകൾ ചോദിക്കില്ലേ, അവരുടെ സിനഡിനെതിരെ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് അനുവാദം, നമ്മുടെ സിനഡിനനുസരിച്ച് എതിർത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു? അപ്പൊ യഥാർത്ഥത്തില് പരിശുദ്ധ പിതാവിന്റെ ഈ വീഡിയോ സന്ദേശം
പരിശുദ്ധ പിതാവിന്റെ പൊതുവായ കാഴ്ചപ്പാടിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ തെറ്റാവരത്തെ കുറിച്ച് നമ്മുടെ അച്ഛൻ പറഞ്ഞതിനെ കുറച്ചുകൂടി കൂട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തെറ്റാവരം എന്ന് പറയുന്നത് സഭ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: മെത്രാന്മാരുടെ തിരുസംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ വിശ്വാസത്തെയും ധാർമ്മികതയെയും കുറിച്ചുള്ള മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളില് തെറ്റുവരില്ല, തെറ്റുവരാൻ ദൈവം അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെത്രാന്മാരുടെ തിരുസംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ എന്ന പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. മാർപ്പാപ്പ വീട്ടിലിരുന്ന് ആലോചിച്ചിട്ട് ആ ഒരു വെളിച്ചപ്പാടിന്റെ പോലെ തുള്ളി കൽപ്പിക്കുന്നതല്ല, പഠനത്തിന് ശേഷമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ആ ഫുൾ ബെഞ്ചിന്റെ തലവൻ എന്നുള്ള നിലയില് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു തീരുമാനം പറഞ്ഞാല് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു, അദ്ദേഹത്തിന് തീരുമാനം തെറ്റാകാം എന്നൊക്കെ ഇന്ത്യയിലുള്ള ഒരാൾ പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള പ്രസ്താവനകൾ വരുന്നത് കേൾക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാല് ഒരു നൈയാമിക ബോഡി നമുക്കുണ്ട്, ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിയുടെ പൊതു തീരുമാനത്തിന്റെ തലവനായിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 1999 ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുകയാണ് ഇങ്ങനെയാണ് വിശുദ്ധ കുർബാനാക്രമം എന്ന്. അത് തീരുമാനിച്ചത് അന്നത്തെ ഒരു നൈയാമിക ബോഡിയാണ്. ആ നടപ്പിലാക്കാനായിട്ട് കാലതാമസം വന്നു. ആ തർക്കം കാരണം അത് വീണ്ടും ഇപ്പോൾ അതേ നൈയാമിക ബോഡിക്കുള്ള അധികാരികൾ എടുത്തതിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പരിശുദ്ധ പിതാവിന്റെ മനസ്സ് അറിയുന്ന ഒരാൾക്കറിയാം, പരിശുദ്ധ പിതാവ് സിനഡിന്റെ നൈയാമിക ബോഡിയുടെ തലവൻ എന്നുള്ള നിലയിൽ മുൻപുള്ള മേജർ ആർച്ച് ബിഷപ്പ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതിനെതിരെ പരിശുദ്ധ പിതാവ് ഒരിക്കലും പറയില്ലേ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു വാചകമാണ്. ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന ധനവാനും ലാസറിന്റെ ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയുടെ അവസാനം പറയാണ്, ഈ നരകത്തിലേക്ക് കിടക്കുന്നവൻ പറയാണ്, ഈ സ്വർഗത്തിലുള്ളവര് പോയിട്ട് ഞാൻ പോയിട്ട് എന്റെ സഹോദരന്മാരോടൊന്ന് പറയട്ടെ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ യേശു പറയുന്ന ഒരു മറുപടി ഉണ്ട്: സ്വർഗത്തിൽ ഒരു മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നിട്ട് പറയുകയാണെങ്കിൽ പോലും അവരനുസരിക്കില്ലേ? പ്രവാചകന്മാർ പറഞ്ഞ അനുസരിക്കില്ലെങ്കിൽ അവരെങ്ങനെയാണ് പറഞ്ഞാൽ അനുസരിക്കുക? അപ്പൊ അതുപോലെ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വന്ന് ഇവിടെയുള്ള എറണാകുളം രൂപതയിലെ അച്ഛന്മാരോട് പറഞ്ഞാലും അവർ പറയും ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, ഇതൊരു ഡെമ്മി ഉണ്ടാക്കിയിട്ട് അയച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറയും. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഡെസിഡേറിയോ ഡെസിഡറാവി ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്ന ലേഖനത്തിന്റെ 31 പേര ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആരാധനാക്രമത്തിലെ അനുഷ്ഠാനപരമായ തർക്കങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസമല്ല. സിനഡിനെ സഭാവിജ്ഞാനീയപരമായി സിനഡിനെ അംഗീകരിക്കാനുള്ള വൈമുഖ്യമാണ്. അത് ചെയ്യേണ്ടത് എറണാകുളം രൂപതയിലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർക്കും ആത്മായ നേതാക്കൾക്കും ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയ തീരണ പ്രശ്നമുള്ളൂ. കാരണം മനുഷ്യനെ അധികാരത്തോട് ഉള്ളില് ഒരു വെറുപ്പ് കിടക്കുന്നുണ്ട്. അത് അപ്പൻ എന്ന അധികാരിയായാലും അധ്യാപകൻ എന്ന അധികാരിയായാലും അച്ഛൻ എന്ന അധികാരിയായാലും രാഷ്ട്രീയ നേതാവ് എന്ന അധികാരിയായാലും ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഒരു നല്ല നൈയാമിക സമൂഹത്തിന് പറ്റിയതല്ല, അത് ഒരു വൈകൃതമാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മാർപ്പാപ്പ പറയുന്നത് ഇതാണ്: ലത്തീൻ സഭ ഒരു പ്രത്യേക തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ ലത്തീൻ സഭ അനുസരിക്കുന്നു. നിങ്ങളുടെ സിനഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പിന്തുടരണം. അതാണ് ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട്. വ്യക്തിസഭകൾക്ക് തനതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഈ കാഴ്ചപ്പാടാണ് അനേകരെ സഭയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാത് പ്രദേശത്തെ സഭകൾക്ക് അതാത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക. ഇതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.
മാർപ്പാപ്പ ചെല്ലുന്നത് ജനാഭിമുഖമല്ല, ക്രിസ്തു മുഖ അഭിമുഖമാണ് എന്നൊരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്രാൻസിസ് മാഷ് കൃത്യമായിട്ടത് അവതരിപ്പിച്ചു. ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടം വരെ ആന്റണി അച്ഛനും ഫ്രാൻസിസ് മാഷും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കുപ്രചരണങ്ങളുടെ ഒരു പൊള്ളത്തരം തുറന്നുകാട്ടി. ഇനി ഈ ഒരു ഘട്ടത്തിൽ അങ്ങയോളിലേക്ക് വരുമ്പോൾ ഇവിടെ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സഭയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പല സമ്മേളനങ്ങളും പല സന്യാസ സഭകളിൽ നിന്നുള്ളവരുടെ ഒരു സാന്നിധ്യം വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഒപ്പം മറ്റൊരു ചോദ്യം കൂടി, അത്തരം സമ്മേളനങ്ങളിൽ ഈ സഭയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി നടക്കുന്ന അത്തരം സമ്മേളനങ്ങളിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ ഇത്രത്തോളം താഴ്ന്നു, ഇനി കുറെ കൂടി ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതായത് ലിറ്റർജിക്കൽ വേരിയന്റ് പോലുള്ള ഓപ്ഷൻസും പലരും അത്തരം ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിട്ടുള്ള അത്തരം സമ്മേളനങ്ങളിൽ പലരും ഉന്നയിക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI? നല്ല ഒരു ചോദ്യമാണ്. ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വർഷമായി അനാഥമായ വരണ്ട അൾത്താരകളാണ് ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എറണാകുളം അതിരൂപതയിൽ അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങളുടെ ആനവാതിലുകളുടെ നിലവിളി ആനയുടെ നിലവിളിയേക്കാൾ ഭീകരമായി കത്തോലിക്ക സഭയിൽ മുഴങ്ങുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉഗാണ്ടയിലെ പോർട്ട് ഫോർട്ടിൽ രൂപത സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരം ഉപയോഗിക്കുകയുണ്ടായി. അവിടെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ഒരിടവക വികാരിക്ക് 72 സ്റ്റേഷൻ പള്ളികളിലാണ് കുർബാന ചെല്ലാനുള്ളത്. ഒരിടവക വികാരിക്ക് 72 സ്റ്റേഷൻ പള്ളികളിലാണ് കുർബാന ചെല്ലാനുള്ളത്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് CMI സഭയിൽ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് മിഷണറിമാരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളുടെ മൂവാറ്റുപുഴ CMI പ്രൊവിൻസിന്റെ ഒരു പ്രതിനിധിയായി റിനോജ് വട്ടക്കാനായി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു അച്ഛൻ ഉഗാണ്ടൻ മിഷൻ ഓപ്റ്റ് ചെയ്ത് പോയത് കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു 20 പള്ളി തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ആരോട്? ഈ റിനോജ് അച്ഛനോട് ചോദിക്കുകയാണ്, ഞാനൊരു 20 പള്ളി തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അച്ഛന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോഴുണ്ട്, അവിടെ അടഞ്ഞ വാതിലുകളില്ല. ആ ബലിയർപ്പണ വേദിക്ക് വാതിലുകളേ ഇല്ല. അത് നിലത്ത് കല്ലുരുട്ടി വെച്ച് ഒരു പലകക്കല്ലെടുത്തതിന് മുകളിൽ വെച്ച് വേർപ്പ് മുറ്റിയ നിറം മങ്ങിയ തുണികൾ വിരിച്ച് ഇവര് ചുമന്നുകൊണ്ടുവരുന്ന ഫലമൂലാദികളൊക്കെ അർപ്പിച്ച് ചുറ്റും നിന്ന് ആർത്ത് വിളിച്ച് ഡാൻസ് കളിച്ച് ഈശോയുടെ നാമം വിളിച്ച് ഇങ്ങനെ അവർ ആർത്ത് ഉല്ലസിക്കുകയാണ്. ബലി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പരസ്യ പ്രഘോഷണമായിട്ട് മാറുകയാണ് അവിടെ. ഇത്തരത്തിലുള്ള അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, നമ്മുടെ സീറോ മലബാർ സഭയുടെ അവസ്ഥ എന്താണ്? ഇവിടെ ഒരു ബലിയർപ്പിക്കാൻ ഒരു വൈദികനെ കണി കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് കാലങ്ങളോളം. ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഒരു വൈദികൻ അവിടെ ബലിയർപ്പിക്കാൻ ചെല്ലുന്നതെന്ന് മനസ്സിലാക്കണം. അവരെന്തോ ഒരു ആഘോഷമായിട്ടാണ് ആ ദൈവമക്കള് അവര് വരുന്നത്. അവരുടെ നിറം ഒരുപക്ഷെ നമ്മൾ പിന്നെ ആഫ്രിക്കയിലെ ജനങ്ങളുടെ നിറം ഏതാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊക്കെ, നമ്മുടെ കേരളീയർക്ക് അതൊക്കെ അവര് പിന്നെ നീഗ്രോകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഈശോ എന്ന ആ ഒരു വെണ്മയുണ്ടല്ലോ, വിശ്വാസത്തിന്റെ വെണ്മ, അതങ്ങ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. എത്രയോ ശുദ്ധിയുള്ള വിശ്വാസം കൊണ്ടാണ് അവർ കർത്താവിന്റെ അൾത്താരകളെ, കല്ല് പെറുക്കി വെച്ചുണ്ടാക്കുന്ന അൾത്താരകളെ അലങ്കരിക്കുന്നത്. ഒരുപക്ഷെ ജോർജിക്ക് തോന്നും, ചോദിച്ച ചോദ്യത്തിനല്ലല്ലോ മറുപടി തരുന്നത് എന്ന്. പക്ഷെ ഇതാണ് എന്റെ മറുപടി. കാരണം ഞാൻ എന്തിനാണ് വൈദികനായിരിക്കുന്നത്? ഞാൻ എന്തിനാണ് അഭിഷിക്തനായിരിക്കുന്നത്? ഞാൻ ഏത് വിശ്വാസമാണ് പ്രഘോഷിക്കേണ്ടത്? ഞാൻ നിയുക്തനായിരിക്കുന്നത് ഏത് സഭയിൽ വിശ്വാസം പ്രഘോഷിക്കാനാണ്? ഞാൻ വൈദികനാകുന്നതിന് മുമ്പ് ഞാൻ ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൽ ബലിയർപ്പണത്തിനായിട്ട് സ്വന്തം കണ്ണുനീരും വേർപ്പുതുള്ളികളും വീഴ്ത്തിയിട്ട് കടന്നുപോയ പൂർവികരുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയുന്നവനാണ് ഒരു യഥാർത്ഥത്തിൽ പുരോഹിതൻ. അവൻ സന്യാസ വൈദികനായിക്കോട്ടെ, രൂപതാ വൈദികനായിക്കോട്ടെ,
അവൻ അൾത്താരയുടെ ശുദ്ധിയും പവിത്രതയും മനസ്സിലാക്കുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ബലിയാണ് ജീവിതം ബലി അർപ്പിക്കാനുള്ളതാണ്. ഈ ഒരു പരമസത്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ബലിയർപ്പണത്തിന്റെ പേരിൽ, ബലിപീഠത്തിന്റെ പേരിൽ ദേവാലയത്തിന്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ കാരണക്കാർ ആരുമായിക്കൊള്ളട്ടെ, അനുസരണവും അതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയല്ലേ അനുസരണം. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. അതിന്റെ കാരണക്കാർ ആരാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി, അടഞ്ഞു കിടക്കുന്ന ആ വാതിലിന്റെ ആ താഴിലേക്ക് നോക്കിയാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ താഴിട്ട് ധിക്കാരത്തിന്റെ താക്കോൽ കൊണ്ട് കൂട്ടിയതാണ് ഈ ദേവാലയത്തിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ. കാരണം അത് അടച്ചവരും അത് അടപ്പിച്ചവരും അവർ ദൈവജനത്തിന്റെ ബലിവേദികളിൽ വേവുന്ന ഈ വിശുദ്ധ അപ്പത്തിന്റെ ആ ഒരു കൊതിയുണ്ടല്ലോ, അത് അനുഭവിക്കാത്തവരാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാരണം ഇത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് സാറ് പറഞ്ഞതാണ്. പരിശുദ്ധ മാർപ്പാപ്പായെ കോട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സാറ് പറഞ്ഞ ആ ഒരു വാക്യമുണ്ടല്ലോ, ഇതിന്റെ കാരണം വിശുദ്ധ കുർബാനയല്ല, ഇതിന്റെ കാരണം ലിറ്റർജി ബാഹ്യമായ ചില വിഷയങ്ങളാണ്. ഈ ലിറ്റർജിയുടെ പേര് പറഞ്ഞ് പള്ളി അടച്ചിടാനും പള്ളി അടപ്പിക്കാനും അത്തരത്തിൽ ബഹളം വെക്കാനായി സ്വാഭാവികമായി പ്രവണതയുള്ളവർക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ പാലൂട്ടി നൽകാനും ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭയുടെ പരിസരത്ത് പല കള്ളക്കുറുക്കന്മാരും എന്നത് ഈ കാലം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ചില സത്യങ്ങളാണ്. ഇതാർക്കാണ് മനസ്സിലാകാത്തത്? അപ്പൊ ഇവിടെ നടക്കുന്ന മഹാസമ്മേളനങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്, ആശീർവദിക്കപ്പെടാനായി നിർമ്മിക്കപ്പെട്ട അപ്പം അനുഗ്രഹത്തിന്റെ വിരൽ സ്പർശം ലഭിക്കാതെ അട്ടുപോയ അൾത്താരകളുടെ നിലവിളി ആര് കേൾക്കും? ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ മറുപടി പറയണ്ടേ? ഈ അപ്പം അട്ടുപോയില്ലേ? അൾത്താരകളിൽ ആശീർവദിക്കപ്പെട്ട അനേകരുടെ ആത്മാവിൽ അലിയേണ്ടിയിരുന്ന വിശുദ്ധ കുർബാനയാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അപ്പങ്ങൾ തന്നെയല്ലേ ഇത്തരത്തിലുള്ള 100, 200, 500, 1000 ആണെന്നൊക്കെ പറയുന്ന വൈദികരുടെ കൂട്ടായ്മകൾ ഇത്തരത്തിൽ അട്ടുപോയ അപ്പങ്ങളല്ലേ? അർപ്പിക്കപ്പെടാതെ പോകുന്ന, ആശീർവദിക്കപ്പെടാതെ പോകുന്ന വിശുദ്ധ അപ്പങ്ങൾ ഇങ്ങനെ അട്ടുപോവുകയല്ലേ ഇത്തരത്തിലുള്ള വിവാദമായ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട്. എന്നിട്ട് ഇവരാരെയാണ് സത്യത്തിൽ ഇവിടെ പുനർനിർമ്മിക്കുന്നത്? ആരെയാണ്? ഏത് സഭയെയാണ് പുനർനിർമ്മിക്കുന്നത്? പരിശുദ്ധ മാർപ്പാപ്പായെ തള്ളിപ്പറഞ്ഞിട്ട് ഏത് കത്തോലിക്ക സഭയുടെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത്? എനിക്ക് വളരെ വേദനയോടുകൂടി തുറന്നു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർ പ്രഘോഷിക്കുന്ന സുവിശേഷം കത്തോലിക്ക സഭയുടെ ലൈംഗിക പൈതൃകവും പാരമ്പര്യവും വഴി ഇന്നോളം നമുക്ക് 2000 വർഷങ്ങളായി പകർന്നു കിട്ടിയ സുവിശേഷമല്ല. അവർ പ്രഘോഷിക്കുന്ന തിരുസഭ എന്ന് പറയുന്ന, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ വന്നവന്റെ അനുയായികളല്ല. ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവർ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പിതാവിനോട് പറയുകയാണ്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അങ്ങെനിക്ക് തന്നവരും ഒന്നായിരിക്കേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ എന്താണ് ചെയ്യുന്നത്? 18-ാമത്തെ അധ്യായത്തിൽ ഈശോ സ്വയം ബലി കൊടുക്കാൻ വേണ്ടി ഗത്സമൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഐക്യത്തിന് വേണ്ടി ബലി കൊടുക്കാൻ വേണ്ടി സ്വയം അർപ്പിച്ചവനെ അടിച്ചു കൊല്ലാൻ വടിയും വടിവാളുമായിട്ട് വരുന്നവരുടെ കാലച്ചകൾ മുഴങ്ങുന്ന ഒരു 18-ാമത്തെ അധ്യായം ഇന്ന് കേരള കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായം ഈ സീറോ മലബാർ സഭയുടെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ കിടന്ന്, ദേവാലയങ്ങളുടെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ഞാൻ ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കുന്ന എന്റെ ചിന്തകൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ക്രിസ്തുവിന്റെ അനുയായികളല്ല, ഐക്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വന്നവനെ അടിച്ചു കൊല്ലാൻ വന്ന യൂദാസിന്റെ പ്രേതങ്ങളാണ് കത്തോലിക്ക സഭയിൽ ഐക്യമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ വന്നവരുടെ പ്രേതങ്ങളാണ്.
ഇന്നിവിടെ ആർത്തുല്ലസിക്കുന്നു. അവർ പറയുന്ന സഭ ഏതാണ്? ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? പരിശുദ്ധ മാർപ്പാപ്പ പല വർഷങ്ങളെടുത്ത് പഠിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാര മാർഗമായി വലിയ ത്യാഗം ചെയ്യാൻ സഭയുടെ മേലധികാരികളെ പ്രചോദിപ്പിച്ച് അവർ മഹാത്യാഗങ്ങൾ ചെയ്തിട്ട് പോലും അരിയിൽ നിന്ന് ആശാരിച്ചീയം കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ പിന്നെയും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പുറപുറത്തു കൊണ്ടിരിക്കുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അത് കത്തോലിക്ക സഭയുടെ ഐക്യത്തിന് വേണ്ടിയല്ല, അത് ഫ്രാൻസിസ് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ലിറ്റർജി ബാഹ്യമായ അൾത്താര ബാഹ്യമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ കൊതിതീരെ ചർവണം ചെയ്യാൻ വേണ്ടിയുള്ള ചില പരാക്രമങ്ങൾ മാത്രമാണ്. അതിന്റെ പിറകിൽ വേറെ അജണ്ടകളുണ്ട്. ആ അജണ്ടകളുടെ പേരിൽ ഇന്നോളം രക്തസാക്ഷികളുടെ ചുടിരക്തം കൊണ്ട് പവിത്രമായ ഒരു കത്തോലിക്ക സഭയെ തല്ലിത്തകർക്കാൻ സഭയിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയില്ല. ഇനി ഇവിടെ ഓരോ പുരോഹിതന്റെ ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുന്ന ദൗത്യമാണ്. അല്ലാതെ ഇത് പിന്നെ അണ്ണാക്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ സഭയുടെ കൂടെയാണ്, പക്ഷെ ഞാൻ മിണ്ടില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു പുരോഹിതനായി ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് പറയണം. അങ്ങനെയല്ല എന്റെ സ്നേഹിത നീ ചെയ്യുന്നതെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സഹോദര വൈദികരോട് പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ ഇനി ഈ സഭയ്ക്ക് ഇവിടെ ഐക്യമുണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ സഭയ്ക്ക് ഇവിടെ കെട്ടുറപ്പുണ്ടാവുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ അടഞ്ഞുപോയ വാതിലുകൾക്കുള്ളിൽ കിടന്ന് അഭിഷിക്തന്റെ വിരൽ സ്പർശം കൊണ്ട് ആശീർവദിക്കപ്പെടാൻ കഴിയാതെ അട്ടുപോകുന്ന അപ്പത്തിന്റെ ദുർഗന്ധമായിരിക്കും ഇനി കത്തോലിക്ക സഭയിൽ അവശേഷിക്കാൻ പോകുന്നത്. അങ്ങനെ അട്ടുപോകുന്ന ഒരു അപ്പമാകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് ഓരോ പുരോഹിതനും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ അവരുടെ കൂടെ നിൽക്കുന്ന ദൈവജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഈ വലിയ ചന്ദ്രഹാസം മുഴക്കുന്ന ഈ വിശ്വാസി പ്രതിനിധികളിൽ എത്ര പേർ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ചവരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിയുമ്പോൾ അറിയാം ഓരോരുത്തരുടെ വിദ്യാഭ്യാസം. നമ്മുടെ അത്തരത്തിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ കുറച്ചു പേരുടെ ഒച്ചകൾ വെച്ചുകൊണ്ട് കത്തോലിക്ക സഭ അങ്ങോട്ട് ഇടിച്ചു വീഴ്ത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒന്നല്ല കത്തോലിക്ക സഭ. കാരണം അടികൊണ്ട് വീണവന്റെ മക്കളാണിത്. വീണിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ മക്കളാണിത്. ആമേൻ. ഓക്കെ, വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് റോയിച്ചൻ ആ ഒരു വിഷയം ചർച്ചയുടെ അവസാനത്തെ ഒരു റൗണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാഷും ഒപ്പം തന്നെ കൃത്യമായി പറയുക അല്ല പല പ്രശ്നം ഈ എറണാകുളത്തെ പ്രതിസന്ധിയുമായി ഒന്നാണ്. അതായത് ലിറ്റർജി അല്ല ഇവരുടെ വിഷയം, ചിലരുടെ വിഷയം സഭാധ്യക്ഷൻ ആണ്. നമുക്കറിയാം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മഹനീയമായിട്ടുള്ള സ്ഥാന ത്യാഗം, അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് സീറോ മലബാർ സഭ വിശ്വാസികൾ. ഈ എറണാകുളത്തെ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇനി വിട്ടുവീഴ്ചകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വിട്ടുവീഴ്ചയുടെ ഒരു പ്രശ്നമാണോ അതോ ഒരു ധിക്കാരത്തിന്റെ ഒരു പ്രശ്നമാണോ ഇവിടെ? ഫാദർ ആന്റണി വടക്കേക്കര വിസി. സീറോ മലബാർ സഭയെ 12 വർഷക്കാലം ധീരമായും സഹനബദ്ധമായും നയിച്ച കർദിനാൾ ആദ്യമായി ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ഇപ്പോ സ്ഥാനത്യാഗം ചെയ്തിരിക്കുന്ന അഭിവന്ദ്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്. അദ്ദേഹം സഭാ നവീകരണത്തിന് വേണ്ടി, സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ്. അത് പലരും നൽകിയ വേദനകൾ കൊണ്ടാണ് എന്നും പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടാനോ അദ്ദേഹത്തെ പോറലേൽപ്പിക്കാനോ ഒരു മണ്ണുവാരിയിടാനോ പോലും സാധിക്കാത്ത വിധം അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം 1.5 വർഷക്കാലമായി ജീവിക്കുന്ന എനിക്ക് സത്യസന്ധമായി പറയാൻ പറ്റും ഇത്രമാത്രം വിശുദ്ധനായ ഒരു മനുഷ്യൻ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന, വലിയ വേദന അനുഭവിക്കുന്ന, എന്നാൽ പ്രാർത്ഥനയിൽ കരുത്തുറ്റ നേതൃത്വം നൽകുന്നു, സഭയ്ക്ക് ആത്മീയമായ നല്ല അടിത്തറ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് സഭയുടെ ആരാധനാക്രമം എന്ന് വിശ്വസിക്കുന്നു, വ്യക്തമായ നിലപാടുകളുള്ള ഒരു വിശുദ്ധനായ മനുഷ്യനാണ് ആലഞ്ചേരി പിതാവ് എന്ന്
പൊതുസമൂഹത്തിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരുപക്ഷെ കർക്കശക്കാരനായൊക്കെ തോന്നാവുന്ന ആലഞ്ചേരി പിതാവ് ഇത്രമാത്രം മറ്റുള്ളവരോട് ദീനാനുകമ്പയുള്ള സ്നേഹവും വാത്സല്യവുമുള്ള ഒരു പിതാവായി ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളത് എവിടെയും അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗം തീർച്ചയായും വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് പൊതുസമൂഹത്തിന്. ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്ന് വ്യക്തമായ ബോധ്യങ്ങളുള്ള അഭിവന്ദ്യ ജോർജ് ആലഞ്ചേരി പിതാവിനെ പോലെ ഉള്ളവര്, വിശുദ്ധാത്മാക്കള് ഇന്നും തിരുസഭയിൽ ഉള്ളത് കൊണ്ടാവണം തിരുസഭ ഇപ്രകാരം സന്തോഷകരമായി സഹനങ്ങളിലൂടെ ആണെങ്കിൽ പോലും മുൻപോട്ട് പോകുന്നത്, ധീരമായി പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒത്തിരിയേറെ രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതും വളർന്നു പന്തലിച്ചതുമാണ് 2000 വർഷങ്ങൾക്കപ്പുറവും ഈ കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത്. ഈ കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 24ഓളം വരുന്ന സഭാ സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാമല്ലോ. അതില് 23ഓളം വരുന്ന ഓറിയന്റൽ സഭകളുടെ പൗരസ്ത്യ സഭകളിലൊന്നായ സീറോ മലബാർ സഭയില് തിരഞ്ഞെടുപ്പിലൂടെയാണ് സഭാധ്യക്ഷൻ വരുന്നതെന്നും അത് മാർപ്പാപ്പ അംഗീകരിച്ചു കഴിയുമ്പോഴാണ് സഭയുടെ നേതൃത്വ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതെന്നും ആ ശുശ്രൂഷയിലൂടെ സഭാമക്കളെ ദൈവത്തിന് വേണ്ടിയിട്ട് സഭാ ശുശ്രൂഷയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ധീരമായ ഉത്തരവാദിത്വം നടത്തുക എന്നുള്ളതുമാണ് അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച അനേകം പേരുണ്ട്. കേസുകൾ കൊടുത്തും അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും അദ്ദേഹത്തിന് അപമാനകരമാകുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമുള്ള പ്രചരണങ്ങൾ വഴിയായിട്ടും പത്രമാധ്യമങ്ങളെ മറ്റും ഉപയോഗിച്ചുകൊണ്ടും ഇപ്രകാരം അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അനേകം പേര് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, അവിടെ ഒന്നും കടപുഴകാതെ അടിയുറച്ച വിശ്വാസത്തോടും ആത്മീയതയോടും കൂടെ ആലഞ്ചേരി പിതാവ് സഭാ നൗകയെ 12 വർഷക്കാലം ധീരമായി നയിച്ചു. നമ്മൾ ആരും നിരാശരല്ല, മറിച്ച് പ്രത്യാശയോടും കൂടെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് സഭയുടെ നേതൃ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. ദൈവം ആഗ്രഹിച്ച ഒരു സമയത്ത് ഒരുപക്ഷെ അത് വേണ്ടെന്ന് വെക്കുന്നു, സ്ഥാനത്യാഗം ചെയ്യുന്നു. ഇനിയും തീർച്ചയായും ജനുവരി മാസം 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ 2024 നടക്കുന്ന സഭാ സിനഡിൽ വെച്ച് പുതിയ ഒരു മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. മാർപ്പാപ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടും. തീർച്ചയായും നമ്മുടെ സഭയെ മുൻപോട്ട് ധീരമായി നയിക്കാൻ വേണ്ടിയുള്ള ദൗത്യം അത് ആരാണെങ്കിലും ദൈവം കൃപയായി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ ഇവിടെ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴും ഒരു മെഴുകുതിരി പോലെ കത്തിയെരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം പരത്താൻ അഭിവന്ദ്യ ആലഞ്ചേരി പിതാവിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ആലഞ്ചേരി പിതാവിന് ഒരു വാഴ്ത്തുപാട്ട് പാടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതെന്റെ അനുഭവമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അഭിവന്ദ്യ ആലഞ്ചേരി പിതാവിനോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കല്ലെറിഞ്ഞാലും കുരിശിൽ തറച്ചാലും 3-ാം ദിവസം ഉയർപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടുകൂടെ തന്നെയാണ് പ്രത്യാശയിൽ നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ രാജി 2 തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2019-ലും അതിനുശേഷം 2022-ലും 2 തവണ അദ്ദേഹം രാജി സമർപ്പിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴാണ് അനുവാദം കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും തിരുസഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ധീരമായി മുൻപോട്ട് പോകും. എല്ലാവരും പ്രത്യാശയോടുകൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണേണ്ടതെന്നും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. കുർബാന തർക്കം പോലെയുള്ള വിഷയങ്ങൾ, ഇപ്രകാരമുള്ള വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഭയിൽ ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിലും പ്രത്യാശ നഷ്ടപ്പെടാതെ ക്രിസ്തുവിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്ന ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്കിതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില വാക്കുകൾ മാത്രം ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയാം. മാർപ്പാപ്പ പറയുന്നുണ്ട്, ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള വ്യത്യസ്തമായ വാദഗതികൾ സമയമെടുത്ത് പഠിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് ഇപ്രകാരം പറയുന്നത് എന്ന വാദഗതി വെറും ബാലിശമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, സഭ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ
വിഘടിത വിഭാഗമായി തീരുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് മാർപ്പാപ്പ നൽകുന്നുണ്ട്. സിനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും ഒക്കെ തീരുമാനങ്ങളെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നവരെ പിന്തുടരരുത് എന്നുള്ള മാർപ്പാപ്പയുടെ ശക്തമായ ധീരമായ വാക്കുകളൊക്കെ തീർച്ചയായും വിശ്വാസി സമൂഹത്തെ മാത്രമല്ല എല്ലാവരെയും മുൻപോട്ട് നയിക്കാൻ, മുൻപോട്ട് നോക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുക. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൂട്ടായ്മയിലേക്കല്ല, വിഭാഗീയതയുടെ മറ്റിടങ്ങളിലേക്കാണ് അവർ നിങ്ങളെ നയിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ആ മറ്റിടങ്ങൾ ഏതാണ്, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെയുള്ളവരെ നയിക്കുന്നത് എന്നതും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും സഭയോട് വിധേയത്വമുള്ളവരാകാൻ, കലഹങ്ങൾ അവസാനിപ്പിക്കാനും ആവശ്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകള് ബധിര കർണപടങ്ങളിലല്ല ചെന്ന് പതിയേണ്ടത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. വേദനയോടും പൈതൃകമായ വാത്സല്യത്തോടും കൂടെ മാർപ്പാപ്പ നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുകയും അനുസരണം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് സംശയാതീതമായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരും പുറത്തു പോകാതിരിക്കട്ടെ, എല്ലാവരും സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. ഓക്കെ, വളരെ വ്യക്തമാണ്. അനുസരണത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഏകീകൃത കുർബാന അർപ്പണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇനി ഇടമില്ല എന്നൊരു വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് മാർപ്പാപ്പയുടെ ആ വീഡിയോ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാദർ ആന്റണി വടക്കേക്കര VC പങ്കുവച്ചത്. ശ്രീ ഡോക്ടർ കെ എം ഫ്രാൻസിസ്, നമുക്കറിയാവുന്നതുപോലെ ഈ എറണാകുളത്ത് പ്രതിസന്ധി, ഒപ്പം തന്നെ ഈ കാലയളവിൽ സീറോ മലബാർ സഭയിലെ പല പ്രതിസന്ധികളും, സമുദായത്തിനുള്ളിലുള്ള പല പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പല വാക്കുകളും നമുക്കറിയാം. ഈ വിമതർ, ഒപ്പം തന്നെ ഈ ക്രിസംഗി, അല്ലെങ്കിൽ കൽതായ വൽക്കരണം, അല്ലെങ്കിൽ തീവ്ര സഭാ സ്നേഹികൾ എന്നൊക്കെ പറഞ്ഞ പല വാക്കുകളൊക്കെ വളരെയധികം പൊതുസമൂഹത്തിൽ ചർച്ചയായ ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നാം. നേരത്തെ ഫാദർ റോയി കണ്ണഞ്ചിറയോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ അച്ഛൻ ചെറിയൊരു സൂചന നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അല്ലെങ്കിൽ വിഭാഗീയ ചിന്തകൾ, അതിന്റെ പിന്നിൽ സഭയെ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന, അച്ഛന്റെ വാക്കുകൾ കടമെടുത്താൽ ചില ബാഹ്യ ശക്തികളാകുന്ന ചില കൂർക്കന്മാർ ഇതിന് തക്കം പാർത്തിരിക്കുന്നുണ്ടോ ഡോക്ടർ കെ എം ഫ്രാൻസിസ്? തീർച്ചയായിട്ടും ആരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സഭയിലെ പള്ളികളൊക്കെ ബാറുകളാക്കി മാറ്റപ്പെടുന്നു. യൂറോപ്പില് പള്ളികളൊക്കെ നശിച്ചു പോകുന്നു. ക്രിസ്തു കുരിശിൽ കിടന്ന് പട്ടിയെ പോലെ മരിച്ചവനാണ്, അവനാണോ നിങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകള് സഭയെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പരിപാടികളെ ചില ബാഹ്യശക്തികള് സ്പോൺസർ ചെയ്യുകയും അവരേറ്റെടുക്കുന്ന മുന്നേറ്റങ്ങളെ ചിലരൊക്കെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രതിസന്ധിയെ പുറമെയുള്ളവരെ മുതലെടുക്കുന്നു എന്ന് പറയുന്നത് 100% ശരിയാണ്. കാരണം നമ്മൾ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സീറോ മലബാർ സഭയുടെ ശക്തി ഇല്ലാതാകുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇവിടം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര നടത്തുന്നു. ആ അതിജീവന യാത്ര നടത്താനുള്ള സാഹചര്യം എങ്ങനെയാണ്? നമുക്ക് ഈ കേരളത്തില് ഒരു അസ്തിത്വമില്ലാതായി തീർന്നിരിക്കുകയാണ്. അത് നമ്മുടെ വിഭജനമാണ്. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് നമ്മൾ തകർന്നാലാണ് അവർ വളരുക എന്നാണ്. പച്ചക്കള്ളമാണ്. അത് സീറോ മലബാർ സഭയോട് മാത്രമല്ല. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ കടൽ തീരത്ത്, ഈ കേരളത്തിന്റെ കടൽ തീരത്ത് ജീവിക്കുന്ന ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇന്നത്തെ സമൂഹം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? ആ തയ്യാറാകാത്തതിന്റെ കാരണം അവരെ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ആ ആളുകളുടെ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് സഭാധികാരികൾക്കെതിരെയുള്ള ഓരോ മൂവ്മെന്റും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവരൊക്കെ മെത്രാൻ സിനഡിനെ എന്താ പറയാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൽദായവൽക്കരണം, ഈ പേരുകളൊക്കെ വളരെ നുണയാണ്. കൽദായ എന്ന് പറയുന്ന സ്ഥലം
ഏതാണെന്ന് കൂടി അറിയാത്ത ആളുകളാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഈ മാർപ്പാപ്പ പാരമ്പര്യത്തിന്റെ കാവൽക്കാർ എന്ന പേരില് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ അർത്ഥമുണ്ട്. വിശുദ്ധ പൗലോസ് പറയാണ്, എന്നെ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ പാരമ്പര്യം ഇതാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. അപ്പൊ ഒരു മെത്രാൻ സംഘം എന്നുള്ള നിലയില് മെത്രാന്മാരുടെ പ്രാഥമിക ചുമതല സ്കൂളുകൾ ആരംഭിച്ചോ ആശുപത്രികൾ ആരംഭിച്ചോ എന്നുള്ളതല്ല. നമ്മുടെ പിതാമഹന്മാര് കൈമാറി തന്ന പാരമ്പര്യം, വിശ്വാസ പാരമ്പര്യവും പൈതൃകവും അതേതാണോ അത് മുറിഞ്ഞു പോകാതെ വളർത്തി കൈമാറുക എന്നുള്ളതാണ് മെത്രാൻ സംഘത്തിന്റെ ദൗത്യം. അപ്പൊ ആ ദൗത്യം നമ്മുടെ പരമ്പരാഗതമായ ആരാധനാക്രമത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണെന്ന് വത്തിക്കാൻ കൗൺസിലിലെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ലേഖനത്തിലും സഭയെക്കുറിച്ചുള്ള ലേഖനത്തിലും ഓറിയന്റൽ സഭകളെ കുറിച്ചുള്ള ലേഖനത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ട് എറണാകുളം അതിരൂപതയിലുള്ള വ്യക്തികൾക്കും വൈദികർക്കും ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ കാവൽക്കാരാണ് ഞങ്ങൾ എന്ന് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് കൂടി ചിന്തിക്കണം. അതായത് ഒരു വിശുദ്ധ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സീറോ മലബാർ സഭ. അപ്പൊ ആ പാരമ്പര്യം അതിന് എന്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ആലഞ്ചേരി പിതാവിനെ കള്ളൻ എന്ന് വിളിക്കാനുള്ള ഒരു മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവമാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാരെ കുറിച്ചും തന്നെ കൊല്ലുന്നവരെ കുറിച്ച് പോലും യേശു പറഞ്ഞ മറുപടി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയാതെയാണ് അത് ചെയ്യുന്നതെന്നാണ്. അപ്പൊ യഥാർത്ഥത്തില് വിദ്വേഷത്തിന്റെ അരൂപിയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ വ്യാജരേഖ ചമച്ചതിലെ ചില പ്രതികൾക്ക് ആ വിദ്വേഷം പരത്തുന്നതില് വലിയ റോളുണ്ട്. അപ്പോ സഭയ്ക്ക് പുറത്തുള്ളവർ മാത്രമല്ല, സഭയുടെ അകത്ത് സഭയുടെ വലിയ ചിന്തകരും പണ്ഡിതരുമാണെന്ന് പറയുന്നവർ തിരശീലയ്ക്ക് പിറകെ നിന്നുകൊണ്ട് വിദ്വേഷത്തിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സഭയിലെ അസ്വസ്ഥതകള്. കണ്ണഞ്ചിറച്ചൻ പറഞ്ഞല്ലോ, അച്ഛൻ തെളിച്ചു പറയുന്നില്ല. ഇതില് അൽമായരാണ് മുമ്പിൽ നിന്ന് പറയുന്നതെങ്കിലും എന്റെ അച്ഛ, ഇതിൽ ഏറ്റവും ദുഃഖകരമായത് ഇതിന്റെ പിറകിൽ നിൽക്കുന്നത് വൈദികര് തന്നെയാണ്. അതാ മുമ്പിൽ നിൽക്കുന്ന വൈദികര് പോലും അല്ല, തിരശീലയ്ക്ക് മറഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് അകത്തും പുറത്തുമുള്ളവര് സഭയുടെ തകർച്ച ആഗ്രഹിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇന്ന് വരെ എറണാകുളം അതിരൂപതയിൽ നിന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളില് കടലോരത്തും മലയോരത്തും കഷ്ടപ്പെടുന്നവരെ കുറിച്ചിട്ട് അന്വേഷിക്കാനൊന്നും നേരല്ലേ. എനിക്ക് എന്നെ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ്, മെത്രാൻ സംഘത്തെ കുറിച്ചും മെത്രാന്മാരെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും അനേകം പരാതികളും അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിട്ട് കൂടി ഇതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കരയുന്നവന്റെ കണ്ണീരൊപ്പാനായിട്ട് ആരാളുള്ളത്? സഭയുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ആരാണുള്ളത്? വിശ്വാസികൾ അനുഭവിക്കുന്ന അവന്റെ വിശപ്പിന് വേണ്ടിയിട്ടും അവനെ വന്യമൃഗങ്ങൾ വേട്ടയാടുമ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും നേരമില്ലാതെ ക്രിസ്തു അഭിമുഖ കുർബാന ഞങ്ങൾ അർപ്പിക്കുമെന്ന് പോലും പറയാൻ അറിയാതെ ജനാഭിമുഖം അർപ്പിക്കും എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യില് ചെകുത്താന്റെ കയ്യിലെ ചട്ടുകമായി മാറുന്നതാണ് എന്നതല്ലാതെ വേറെ ഒരു അഭിപ്രായവും എനിക്ക് ഈ സമയത്ത് പ്രകടിപ്പിക്കാനില്ല. ഇതാണ് എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായമാണ്. ഇതില് തിരശീലയ്ക്ക് പിറകിൽ നിൽക്കുന്ന വൈദികർക്ക് വലിയ പങ്കുണ്ട്. അവരെ എങ്കിലും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. യേശു പറഞ്ഞ പോലെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയുന്നില്ല. ചില അവരുടെ തന്നെ പിറകിലുള്ള വേറെ ചില സാഹചര്യങ്ങൾ അവരെ നിർബന്ധിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്താൻ ആളല്ല. താങ്ക് യു. ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, ഏറ്റവും അവസാനമായി ഫ്രാൻസിസ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ അനുസരണക്കേട് കാട്ടി ഈ ചെകുത്താന്റെ കയ്യിലെ ചട്ടുകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൃത്യമായി തന്നെ അനുസരണക്കേട് കാണിക്കുന്നവർ സഭാ ഗാത്രത്തിന്റെ പുറത്താണ്. ഡിസംബർ 25-ാം തീയതി ഒരു അൾട്ടിമേറ്റം മാർപ്പാപ്പ നൽകുന്നു. സഭയുടെ ആ ഒരു കൽപ്പന, മാർപ്പാപ്പയുടെ ഒരു കൽപ്പന അനുസരിക്കാത്തവർ സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന
ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ സംഭവിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു വിഭജനം, വലിയ രീതിയിലുള്ള നഷ്ടം സഭയ്ക്കും ദൈവജനത്തിനും സംഭവിക്കും എന്നത് സംശയമില്ലാത്ത ഒരു കാര്യം. ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിൽ സഭയെ വലിയൊരു വിഭജനത്തിൽ നിന്നും രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ സഭ മുന്നിൽ കാണുന്ന വലിയൊരു പ്രതിസന്ധി ദൂരീകരിക്കുവാൻ ഈ ഒരു വിഷയത്തിൽ ഇനി എന്താണ് ഒരു പരിഹാര മാർഗം? ഫാദർ റോയ് കണഞ്ചിറ. അത്തരത്തിലൊരു പരിഹാര മാർഗം പറയാനുള്ള ഒരു ജ്ഞാനമോ അറിവോ എനിക്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ചോദിച്ച ചോദ്യമുണ്ട്. 25-ാം തീയതി ഈശോയുടെ തിരുപ്പിറവി, അന്ന് മാർപ്പാപ്പ പറഞ്ഞ പോലെ ഇത്രയും കാലം സീറോ മലബാർ സിനഡ് ആവശ്യപ്പെട്ടതുപോലെയുള്ള ഏകീകൃത കുർബാനയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ കടന്നു വരുമോ? ജനങ്ങൾ അതിന് അനുവദിക്കുമോ? ഇതാണല്ലോ ചോദ്യം. അത് നമുക്ക് ഇപ്പോൾ ഒരു പ്രവചിക്കാനായിട്ട് കഴിയില്ല. എന്റെ പൂർണ്ണ വിശ്വാസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ, ഇപ്പോൾ ഫ്രാൻസിസ് സാർ പറഞ്ഞതുപോലെ, വളരെ കുറച്ചു പേർക്ക് മാത്രം കലഹം നിലനിർത്തണം എന്ന ആഗ്രഹമുള്ള വളരെ കുറച്ചു പേർക്ക് മാത്രമുള്ള പൈശാചികമായ ഒരു പ്രലോഭനം മാത്രമായിട്ട് അത് അവശേഷിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. കാരണം എറണാകുളം അതിരൂപതയിൽ തന്നെ 40% വിശ്വാസികൾ മറ്റ് രൂപതകളിൽ നിന്ന് വന്ന് ഓരോ ഇടവകളിലും താമസിക്കുന്നവരാണ്. അപ്പൊ എറണാകുളം അതിരൂപതയിൽ തന്നെയുള്ള വിശ്വാസികൾക്ക് പോലും, അവിടെ ജനിച്ചു വളർന്ന വിശ്വാസികൾക്ക് പോലും മാർപ്പാപ്പായെ ധിക്കരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ പുറത്തേക്ക് പോയി ഒരു പ്രത്യേകമായ ഒരു വിഭാഗമായി മാറി ജീവിക്കുക എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? എറണാകുളം അതിരൂപതയിൽ ജനിച്ചു വളരാതെ മറ്റ് പല രൂപതകളിലും ജനിച്ചു വളർന്ന എറണാകുളം അതിരൂപതയിലെ സന്യാസ സഭകളിൽ സേവനമർപ്പിക്കുന്ന 100 കണക്കിന് സമർപ്പിതർക്ക് അത്തരത്തിൽ ഉള്ള മാർപ്പാപ്പ അംഗീകരിക്കാത്ത, കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത വിശുദ്ധ കുർബാനയിൽ ഇനി പങ്കെടുക്കാൻ സാധിക്കും? എന്ത് ന്യായമാണ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഉള്ളത്? അത്തരത്തിലുള്ള തെറ്റുകൾ ഇനി സംഘടിതമായിട്ട് ചെയ്യാനായിട്ടുള്ള പ്രലോഭനത്തിൽ നിന്ന് ധീരമായി പുറത്തു വരാൻ എൻ്റെ എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും കഴിയട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഒരിക്കലും നമ്മുടെ സഭ വിഭജിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ബലിയർപ്പിക്കാനായി ഒരു ക്രിസ്തുരൂപമുള്ള ഒരു സഭ ഒരിക്കലും പിളരുകയില്ല. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ ഒരു പാപത്തോടെ സംഭവിച്ച ആ ഒരു വിടവ് നികത്താൻ സ്വന്തം ഉടല് ഇഷ്ടദാനമായി നൽകി സ്വയം ബലിയർപ്പിച്ച ആ മനുഷ്യപുത്രന്റെ ആ ഒരു വിശുദ്ധമായ സാക്ഷ്യം എന്റെ വിശ്വാസ ജീവിതത്തിന്റെ അച്ചാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പുരോഹിതനും പരിശുദ്ധ മാർപ്പാപ്പായുടെ വാക്കുകൾക്ക് എതിര് നിൽക്കാൻ കഴിയില്ല. ആരൊക്കെ പ്രചോദിപ്പിച്ചാലും, ആരൊക്കെ പ്രലോഭിപ്പിച്ചാലും, പ്രചോദനമല്ലല്ലോ, ആരൊക്കെ പ്രലോഭിപ്പിച്ചാലും എനിക്ക് പരിശുദ്ധ മാർപ്പാപ്പായുടെ വാക്കുകളെ അനുസരിക്കാനുള്ള ധൈര്യമുണ്ട് എന്ന് സ്വയം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ആവശ്യം ഈ കൂട്ടായ്മയിലുള്ള എല്ലാ വൈദികർക്കും വന്നു ചേരും. അപ്പോൾ ഈ ഒരു ഉടുപ്പിനുള്ളിൽ ഇനി എനിക്ക് അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ, ഈ ഉടുപ്പിട്ടുകൊണ്ട് ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, സീറോ മലബാർ സഭയിലെ അംഗമാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ പരിശുദ്ധ മാർപ്പാപ്പായുടെ ആഹ്വാനം ചെവിക്കൊള്ളുന്നവരാണ് എന്ന് എന്നോടും ലോകത്തോടും പരസ്യ പ്രഖ്യാപനം നടത്താൻ ഓരോ പുരോഹിതനും നിർബന്ധിതനാകും. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല, ഏത് രൂപതയിലാണെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കുക. അല്ലാത്തതെല്ലാം, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകളൊക്കെ മുറിച്ച് എറിയപ്പെടുമെന്നും അത് അവസാനം വാരിക്കൂട്ടി കത്തിച്ചു കളയുമെന്നും പറഞ്ഞത് കർത്താവാണ്. ആ കർത്താവിന്റെ നാമത്തിലാണ് അഭിഷിക്തരായിരിക്കുന്നതെങ്കിൽ ഒരു പുരോഹിതനും കർത്താവിന്റെ പ്രതിനിധിയായ, ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ പ്രതിനിധിയായ പരിശുദ്ധ മാർപ്പാപ്പായുടെ വാക്കുകളെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സഭയെ സ്നേഹിക്കുന്ന, വിശ്വാസത്തെ സ്നേഹിക്കുന്ന, മാർപ്പാപ്പായെ സ്നേഹിക്കുന്ന, സഭയുടെ പാരമ്പര്യത്തെ സ്നേഹിക്കുന്ന ഒരു വൈദികനും, സത്യമായി വിശ്വാസം ഹൃദയത്തിലുള്ള ഒരു വിശ്വാസിക്കും മാർപ്പാപ്പായുടെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയില്ല, കഴിയാതിരിക്കട്ടെ. ഏകീകൃത കുർബാന കത്തോലിക്ക സഭയിൽ സംജാതമാകട്ടെ.
എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഫാദർ ആന്റണി, അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. കേൾക്കാം. ഞാൻ ഒരു കാര്യം ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. 2023 ഡിസംബർ 25 അതായത് ഈ മാസം പിറവി തിരുനാളിനോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും സിനോഡ് തീരുമാനത്തിനനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടതിന് ശേഷവും ആഘോഷ ദിവസങ്ങളിൽ മാത്രം ചിലയിടങ്ങളിൽ ചൊല്ലണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്ന ഒരു തെറ്റായ പ്രചാരണം നടക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ്, ക്രിസ്മസിനും അതിന് തുടർന്നു വരുന്ന ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ഇടങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടേണ്ടത് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അംഗീകരിച്ചതും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം മാത്രമാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകൾക്ക് ഔദാര്യപൂർവ്വം സമയം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ പിറവി തിരുനാൾ മുതൽ നിർബന്ധമായും എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവൻ ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുറിവുകൾ ഉണക്കി സഭാ കൂട്ടായ്മ പുനഃസ്ഥാപിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ തുടരുകയെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം എല്ലാവരും ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും അൽമായ വിശ്വാസികളും ഇത് ഏറ്റെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ആശംസയോടും കൂടെയാണ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. വളരെ വ്യക്തമാണ്. സഭാകാത്രം മുഴുവനും അനുസരണത്തിന്റെ അരൂപിയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സിറോ മലബാർ സഭ മുഴുവനും ഏകീകൃത കുർബാന അർപ്പണ രീതിയിലേക്ക് പിറവി തിരുനാളോടുകൂടി വരുന്ന ആ മഹനീയ നിമിഷം സംജാതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണഞ്ചിറ CMI, ഫാദർ ആന്റണി വടക്കേക്കര VC, ഒപ്പം തന്നെ ഡോക്ടർ KM ഫ്രാൻസിസ്, 3 പേർക്കും നന്ദി.